മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആരാധകർ എപ്പോഴും താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ കഥകൾ പറഞ്ഞെത്താറുള്ളത് മമ്മൂട്ടിയുടെ സഹോദരനും നടനുമായിട്ടുള്ള ഇബ്രാഹിം കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെയാണ് അദ്ദേഹം രസകരമായിട്ടുള്ള ചില കഥകളൊക്കെ പറഞ്ഞെത്താറുള്ളത്. അടുത്തിടെ പങ്കുവച്ച ഒരു വീഡിയോയിൽ മമ്മൂട്ടിയുടെയും തൻ്റെയും സുന്നത്ത് കല്യാണം നടത്തിയതിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. ഇബ്രാഹിം കുട്ടി പറയുന്നത് ഇങ്ങനെയാണ്: അന്ന് മമ്മൂക്ക ധൈര്യത്തോടെ നിൽക്കുകയും താൻ പേടിച്ച് ഓടിയതുമൊക്കെ വളരെ രസകരമായ രീതിയിലാണ് നടൻ പറയുന്നത്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു സുന്നത്ത് കല്യാണം. എൻ്റെയും ഇച്ചാക്കയുടെയും, അതായത് മമ്മൂക്കയുടെയും സുന്നത്ത് ഒരുമിച്ചായിരുന്നു. ഇന്നത്തെ പോലെ അന്ന് ആശുപത്രിയിൽ നിന്നും പോകാറില്ല. ഇപ്പോൾ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ജാതിമതഭേദമില്ലാതെ ആളുകൾ കുട്ടികളുടെ സുന്നത്ത് ചെയ്യാറുണ്ട്. എപ്പോഴും ഹൈജീനിക് ആയിരിക്കുക എന്നത് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അന്ന് സുന്നത്ത് കല്യാണം എന്ന് പറയുന്നത് വലിയൊരു ആഘോഷമാണ്, പ്രത്യേകിച്ച് തറവാട് വീടുകളിൽ. അത്യാവശ്യം കൃഷിയും കച്ചവടമൊക്കെ ഉള്ള വീടുകൾ നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ വിളിച്ച് അത്യാവശ്യം ആഘോഷമായിട്ട് തന്നെയാണ് ഇത് നടത്താറുള്ളത്. ഇതിന് വിധേയരാകുന്ന ആളുകളാണ് അവിടുത്തെ ഹീറോസ്. നമുക്കതിൻ്റെ ജാടയൊക്കെ ഉണ്ടാവും, കാരണം ആ സമയത്ത് ശരിക്കും മെച്ചൂർഡാവുകയാണ്. ജീവിതത്തിൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ടായി. അന്നൊക്കെ സുന്നത്ത് ചെയ്ത ശേഷം പള്ളിയിൽ ധൈര്യമായിട്ട് പോകാം. ഇന്ന് എല്ലാ കുട്ടികളും പോകും, അന്നൊക്കെ അങ്ങനെയാണ്. ആ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞ് ഉടൻ പള്ളിയിൽ പോവുകയാണ് ആദ്യം ചെയ്യുന്നത്. കർമ്മം ചെയ്യുന്നതിൻ്റെ തലേന്ന് വീട്ടിൽ നെയ്ച്ചോറും തേങ്ങാച്ചോറും തുടങ്ങി നിരവധി വിഭവങ്ങളുണ്ടായിരിക്കും. ഒസാനാണ് ഈ ചടങ്ങിന് വരിക. പഴയ ഷേവിങ് കത്തി പോലൊരു പ്രത്യേക കത്തി കൊണ്ടാണ് വരുന്നത്. പക്ഷേ രാവിലെ ആയപ്പോഴേക്കും എനിക്ക് പേടിയായി, കാരണം എല്ലാവരും രാവിലെ എത്തി പ്രാർത്ഥന തുടങ്ങി. ഇത് കേട്ടതോടെ എനിക്ക് പേടി തുടങ്ങി. ഇച്ചാക്കയ്ക്ക് യാതൊരു കുഴപ്പവും തോന്നിയില്ല. അദ്ദേഹം ധൈര്യത്തോടെ നിൽക്കുകയാണ്. ആദ്യം ഇച്ചാക്കയുടെ ചെയ്തു, ശേഷം എൻ്റേത്. അവിടുത്തെ ബഹളവും കരച്ചിലൊക്കെ കേട്ടതോടെ പ്രാണനെടുക്കുന്ന വേദന പോലെയായി. ഞാൻ അവിടെ നിന്ന് മുങ്ങി. എല്ലാവരും എന്നെ തപ്പാൻ തുടങ്ങി. ഒടുവിൽ എന്നെ പിടിച്ചോണ്ട് വന്ന് മുണ്ട് വലിച്ചെറിഞ്ഞു. മാമയും ഒസാനുമൊക്കെ ചേർന്ന് വട്ടം പിടിച്ച് ഒറ്റ മുറിക്കൽ. ഞാൻ അലറി പിടിച്ച് കരഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ അസ്വസ്ഥതയാണ്. അങ്ങനെ ഏറെ നേരം കരച്ചിലായി. ഭയങ്കര വേദനയാണെങ്കിലും അന്ന് ഒത്തിരി സമ്മാനമൊക്കെ കിട്ടുന്നതിൻ്റെ സന്തോഷം ഉണ്ടാവും. മുറിവ് ഉണങ്ങിയതിന് ശേഷം പള്ളിയിൽ പോകുന്നതിൻ്റെ പുറപ്പാട് എന്നാണ് പറയുക. പുതിയ മുണ്ടും ഷർട്ടുമൊക്കെ അപ്പോൾ കിട്ടും. പള്ളിയിൽ പോയപ്പോൾ ഇച്ചാക്ക നിസ്കരിക്കുമെങ്കിലും തനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് ഓരോരുത്തർ കാണിച്ചു തന്നാണ് പഠിച്ചതെന്നും ഇബ്രാഹിം കുട്ടി. മമ്മൂട്ടിയുടെ സഹോദരന്മാരിൽ ഇബ്രാഹിം കുട്ടി മാത്രമാണ് സിനിമയിലേക്ക് എത്തിയിട്ടുള്ളത്. രാഷ്ട്രീയക്കാരനായിട്ടും വില്ലനൊക്കെ ആയിട്ടും നിരവധി സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിരുന്നു.